എല്ലാവർക്കും ശരത് മാത്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. 2019 സ്കീം എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് സെക്കൻഡ് സെമിസ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തേർഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തു. ഈ ക്ലാസ്സിൽ നമ്മൾ കയറാൻ പോകുന്നത് ഫോർത്ത് മൊഡ്യൂളിലേക്കാണ്. സോ ഫോർത്ത് മൊഡ്യൂളും ഫിഫ്ത്ത് മൊഡ്യൂളും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് പോവാം. ഫോർത്ത് മൊഡ്യൂളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. ശ്രദ്ധിച്ചിരിക്കുക, ആ രണ്ട് മൊഡ്യൂളുകളിലും ട്രാൻസ്ഫോംസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫോർത്ത് മൊഡ്യൂളിൽ ലാപ്ലേസ് ട്രാൻസ്ഫോമും ഫിഫ്ത്ത് മൊഡ്യൂളിൽ ഫൊറിയർ ട്രാൻസ്ഫോമും. ഫൊറിയറിന് സീരീസും ഉണ്ട് കേട്ടോ, ഫൊറിയർ സീരീസ് ഉണ്ട്, അത് നിങ്ങൾക്ക് പഠിക്കാനില്ല, പിന്നീട് പഠിക്കാനുണ്ട്. ഇപ്പം ഫൊറിയർ ട്രാൻസ്ഫോം ആണ്. ഫൊറിയർ ഭയങ്കര ഒരു മനുഷ്യനാണ് കേട്ടോ, സീരീസും ട്രാൻസ്ഫോമും എല്ലാം ഉള്ള ആളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ലാപ്ലേസിന്റെ ട്രാൻസ്ഫോം, ലാപ്ലേസ് ട്രാൻസ്ഫോം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് കേട്ടോ. കാരണം നിങ്ങൾക്ക് പിന്നീട് ഇത് ഭയങ്കര യൂസ് ആവും. കാരണം പിന്നീടുള്ള സബ്ജക്ട്സ്, പിന്നീട് നിങ്ങൾക്ക് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്ന സബ്ജക്ട് പഠിക്കാനുണ്ട് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സുകാർക്ക്. പിന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻകാർക്ക് സിഗ്നൽസ് ആൻഡ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു പേപ്പർ ഉണ്ട്. നിങ്ങളുടെ കോറായിട്ട് വരുന്ന ഒരു പേപ്പർ തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഇനി പിന്നീട് പഠിക്കാനുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള പേപ്പേഴ്സ് പഠിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന ഒരു സംഭവമാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം. കാരണം ഇത് പഠിച്ച് വിടരുത്. നിങ്ങൾ പുതിയതായിട്ട് പഠിക്കാൻ പോവാണ്, പക്ഷെ പഠിച്ചു കഴിഞ്ഞ് എന്ത് ചെയ്യാൻ പാടില്ല, വിട്ട് കളയാൻ പാടില്ല. ഭയങ്കരമായി യൂസ് ഉള്ളതാണ്. ഗേറ്റ് എക്സാമിന് ഭയങ്കര ഇമ്പോർട്ടന്റും ആണ്. ഗേറ്റ് എക്സാമിനൊക്കെ ചെറിയ രീതിയിൽ, കാരണം ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന മാത്സ് ഒക്കെയാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള സബ്ജക്ട്സിൽ ഒന്നാണ്. കാരണം ആപ്റ്റിറ്റ്യൂഡും മാത്തമാറ്റിക്സിനും ആണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ്. കോർ സബ്ജക്ട് ആപ്റ്റിറ്റ്യൂഡ്, മാത്തമാറ്റിക്സ്, ഇതിനെല്ലാം വെയിറ്റേജ് വളരെ കൂടുതലാണ്. അപ്പൊ വെയിറ്റേജ് കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും മാത്തമാറ്റിക്സ് പഠിച്ചിട്ട് വിട്ട് കളയരുത്. ഗേറ്റ് എക്സാം എന്ന് പറയുന്നത് ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒന്നാണ് കേട്ടോ. ഗേറ്റ് ക്വാളിഫൈഡ് ആണെങ്കിൽ അതിന്റെ വാല്യൂ അല്ലെങ്കിൽ അതിന്റെ വില എന്ന് പറയുന്നത് വളരെ വലുതാണ്. നിങ്ങൾക്ക് എംടെക്കിന് ജോയിൻ ചെയ്യാനാണെങ്കിലും പിന്നീട് അങ്ങോട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ ONGCയിൽ കയറാനാണെങ്കിലും ഭയങ്കരമായ ആപ്ലിക്കേഷൻസ് ആണ്. നല്ല സെൻട്രൽ ഗവൺമെന്റ് ജോബ്സിനോ ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സിനോ ഒക്കെ മിക്കവാറും പലതിനും ഇപ്പൊ തന്നെ കട്ട് ഓഫ് ഗേറ്റ് അവർ വെച്ചിട്ടുണ്ട്. ഗേറ്റ് ക്വാളിഫൈഡ് ആണ് എന്ന് പറയുന്നത് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ONGC പോലെയുള്ള അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ കയറാനായിട്ട് ക്വാളിഫിക്കേഷൻ മാത്രം പോരാ, നല്ല സ്കോറും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതൊക്കെ നോക്കുക. അതായത് ഗേറ്റ് എക്സാമിനൊക്കെ ചെറിയ രീതിയിൽ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ നോട്ട്സ് ഒന്നും കളയാതിരിക്കുക, മാത്സിന്റെ ഒന്നും നോട്ട്സ് ഒന്നും കളയാതിരിക്കുക. അവസാനം നിങ്ങൾക്ക് ഒന്ന് നോക്കണമെങ്കിൽ അതൊക്കെ പ്രയോജനപ്പെടും. ഓക്കെ, ദെൻ അപ്പൊ നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോമിലേക്ക് കയറിയാലോ. ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എല്ലാവരും ഹെഡിങ് കൊടുക്കാം. നമുക്ക് ഹെഡിങ് കൊടുത്തിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം. നിങ്ങളുടെ സിലബസിൽ അതിന്റെ ബേസിക് ഇക്വേഷൻ തൊട്ടാണ്, പക്ഷെ അതിന് മുമ്പ് എന്താ സംഭവം നമ്മൾ പഠിക്കണം. അപ്പൊ നമുക്ക് അതിനെ ഹെഡിങ് കൊടുക്കാം, ലാപ്ലേസ് ട്രാൻസ്ഫോം. ശ്രദ്ധിച്ചിരിക്കണേ, ലാപ്ലേസ് ട്രാൻസ്ഫോം, ലാപ്ലേസ് ട്രാൻസ്ഫോം, ലാപ്ലേസ് ട്രാൻസ്ഫോം. ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം തന്നെ എന്താ സംഭവം എന്ന് പറയണ്ടേ. ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഒരു ടൂളാണ്, ഒരു കൺവേർട്ടിംഗ് ടൂളാണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എങ്ങനെയുള്ള ടൂളാണ്? ഒരു കൺവേർട്ടിംഗ് ടൂളാണ്. ഒരു ഫോമിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഡൊമൈനിൽ നിന്ന് മറ്റൊരു ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ശ്രദ്ധിച്ചിരിക്കണം, ഒരു ഡൊമൈനിൽ നിന്നും മറ്റൊരു ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം. പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ടൈം ഡൊമൈനിൽ നിന്നും ഫ്രീക്വൻസി ഡൊമൈനിലേക്ക്, എന്താണ് ടൈം ഡൊമൈനിൽ നിന്നും ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ഇപ്പൊ എഞ്ചിനീയറിംഗ് റിലേറ്റ് ചെയ്ത് പറയുവാണെങ്കിൽ അതിന്റെ ഏറ്റവും വലിയൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ സിമ്പിൾ ഓൾജിബ്രായിക് ഇക്വേഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് സോൾവ് ചെയ്യാൻ സാധിക്കും. അതാണ് ഏറ്റവും വലിയ ആപ്ലിക്കേഷൻ. വാട്ട് ഈസ് ദ ബേസിക് അഡ്വാൻറ്റേജ് ഓർ വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് അഡ്വാൻറ്റേജ് ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് ചോദിച്ചാൽ, ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ സിമ്പിൾ ഓൾജിബ്രായിക് പോളിനോമിയൽ ഇക്വേഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം. അതാണ് അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇപ്പൊ നിങ്ങൾ ഒരു സർക്യൂട്ട് അനാലിസിസ് എടുക്കുക എന്ന് വെക്കുക. ഇപ്പം നിങ്ങൾ തീർച്ചയായിട്ടും എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആകുമ്പോഴത്തേക്കും LC സർക്യൂട്ട്, RC സർക്യൂട്ട്, RLC സർക്യൂട്ട് മുതലായ സർക്യൂട്ട്സുകളിൽ കിർച്ചോഫ്സ് കറന്റ് ലോ, കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ മുതലായ ലോസ് ഒക്കെ അപ്ലൈ ചെയ്ത് ഇക്വേഷൻസ് ഫോം ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നതാണ്. അപ്പം അത്തരത്തിലുള്ള ഇക്വേഷൻസ് ഒക്കെ ഫോം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് ഡിഫറൻഷ്യൽ ടേംസ് ഉണ്ടായിരിക്കും. ഇതിന്റെ ഭയങ്കരമായ ഒരു വശമുണ്ട്. പിന്നീട് ട്രാൻസിയന്റ് അനാലിസിസ്, സ്റ്റഡി സ്റ്റേറ്റ് അനാലിസിസ്, അങ്ങനെയൊക്കെ പറഞ്ഞ സംഭവങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ അത്തരത്തിലുള്ള കേസുകളിലെല്ലാം സർക്യൂട്ട് എന്ന് പറയുന്നത് KVL അല്ലെങ്കിൽ KCL ഒക്കെ അപ്ലൈ ചെയ്ത് എഴുതുന്ന ഇക്വേഷൻ കോംപ്ലിക്കേറ്റഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആയിരിക്കും. ശ്രദ്ധിച്ചിരിക്കുക. ആ ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ നമുക്ക് എന്ത് ഉപയോഗിച്ച് സാധിക്കും?
ലാപ്ലേസ് ട്രാൻസ്ഫോം ഉപയോഗിച്ച് സാധിക്കും. നമുക്കറിയാം ഇപ്പം കറന്റ് അക്രോസ് ദി കപ്പാസിറ്റർ I is equal to C dV by dt ആണ്. അല്ലെങ്കിൽ വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ V is equal to L into di by dt ആണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അവിടെ എല്ലാം തന്നെ d by dt ഡിഫറൻഷ്യൽ ടേംസ് വരുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഡെറിവേറ്റീവ്സ് വരുമ്പോഴത്തേക്കിനും അങ്ങനെ ഫോം ചെയ്യപ്പെടുന്ന കിർച്ചോഫ്സ് കറണ്ടിലോ അല്ലെങ്കിൽ കിർച്ചോഫ്സ് വോൾട്ടേജിലോ അപ്ലൈ ചെയ്ത് ഫോം ചെയ്യപ്പെടുന്ന ഇക്വേഷൻസ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അത്തരത്തിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ ശ്രദ്ധിച്ചിരിക്കുക, അത്തരത്തിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ സിമ്പിൾ ഓൾജിബ്രായിക് ഇക്വേഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം. അതാണ് അതിന്റെ ഏറ്റവും പ്രാധാന്യാർഹിതമായ അഡ്വാൻറ്റേജ്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഞാൻ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് വശം പറഞ്ഞു. ഇനി ഞാൻ പറഞ്ഞു ടൈം ഡൊമൈനിൽ നിന്നും ഫ്രീക്വൻസി ഡൊമൈനിലേക്കാണ് കൺവേർട്ടഡ് ആവുന്നത്, അല്ലെങ്കിൽ റിയൽ ഡൊമൈനിൽ നിന്നും ഒരു കോംപ്ലക്സ് ഡൊമൈനിലേക്കാണ് കൺവേർട്ടഡ് ആവുന്നത്. ശരിക്കും പറഞ്ഞാൽ ടി ഡൊമൈനിൽ നിന്നും എസ് ഡൊമൈനിലേക്ക്. എസ് എന്ന് പറയുന്ന സിഗ്മ പ്ലസ് ജെ ഒമേഗയാണ്. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വശം നിങ്ങൾക്ക് പഠിക്കാനില്ല, പിന്നീട് നിങ്ങൾക്ക് വരും. നിങ്ങൾ സിഗ്നൽസ് ആൻഡ് സിസ്റ്റം ഒക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ പിന്നീട് തീർച്ചയായിട്ടും അത് വരും. ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ അത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ അനലൈസ് ചെയ്തെടുക്കുമ്പോൾ, അതായത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഉപയോഗിച്ച് സോൾവ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഒരു ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ആ ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുന്നു. ആഫ്റ്റർ അപ്ലൈയിങ് ലാപ്ലേസ് ട്രാൻസ്ഫോം, ദാറ്റ് കോംപ്ലിക്കേറ്റഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ is converted into a simple algebraic linear equation. That equation is easily solvable by knowing simple algebraic simplification skills. അത് ഉപയോഗിച്ച് നമ്മൾ സോൾവ് ചെയ്യുന്നു. അതിന്റെ അവസാനത്തെ സ്റ്റെപ്പ് വരുമ്പോഴത്തേക്കിനും ബൈ യൂസിങ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഉപയോഗിച്ച് സോൾവ് ചെയ്തു. അവസാനത്തെ സ്റ്റെപ്പിൽ ബൈ യൂസിങ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം, ഇപ്പൊ അത് ഏത് ഡൊമൈനിൽ നിൽക്കുക? ഫ്രീക്വൻസി ഡൊമൈനിൽ നിൽക്കുക. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഉപയോഗിച്ച് ഈ ഫ്രീക്വൻസി ഡൊമൈനിൽ നിന്നും തിരിച്ച് ടൈം ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. കാരണം അപ്പൊ നമ്മുടെ ഉത്തരം ടൈം ഡൊമൈനിൽ തന്നെ കിട്ടി. ഇടയ്ക്കുള്ള ഒരു സഹായിയായിട്ടാണ് ആര് വരുന്നത്? ഈ എസ് ഡൊമൈൻ വരുന്നത്, അഥവാ ഫ്രീക്വൻസി ഡൊമൈൻ വരുന്നത്. മനസ്സിലാവുന്നോ? നമുക്ക് ഉത്തരം തീർച്ചയായിട്ടും ഏത് ഡൊമൈനിൽ തന്നെ വേണം? ടൈം ഡൊമൈനിലുള്ള ഉത്തരം തന്നെ വേണം. ശരിയല്ലേ? നമുക്കിപ്പം വോൾട്ടേജ് ഇൻ ടേംസ് ഓഫ് ടൈം കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ആഫ്റ്റർ അപ്ലൈയിങ് ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് ഉത്തരം ടൈമിന്റെ ടേംസിൽ വേണം. ശരിയല്ലേ? അതിനുവേണ്ടി നമ്മൾ ലാസ്റ്റ് എന്ത് യൂസ് ചെയ്യണം? ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം യൂസ് ചെയ്യണം. അപ്പൊ അതിന്റെ ആപ്ലിക്കേഷൻ ലെവലാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ ഇത് മാത്രമല്ല, ഒരുപാട് വേറെ ആപ്ലിക്കേഷൻസ് ലാപ്ലേസ് ട്രാൻസ്ഫോമിനുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ശ്രദ്ധിച്ചിരിക്കണേ. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് ടി. ഞാൻ വീഡിയോ സിംഗിൾ ടേക്കിൽ അങ്ങ് പോവുകയാണേ കേട്ടോ. ത്രൂ ഔട്ട് ഞാൻ സിംഗിൾ ടേക്കിൽ പോവുകയാണ്. ഞാൻ ഇടയ്ക്ക് ബോർഡ് തുടയ്ക്കുന്നതും ക്വസ്റ്റ്യൻ എഴുതുന്നതൊന്നും കട്ട് ചെയ്ത് മാറ്റുന്നില്ല. ഞാൻ ഇത്രയും നാൾ അങ്ങനെയാണ് ചെയ്തത്. ഈ ഒരു വീഡിയോ മാത്രം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ഫംഗ്ഷൻസിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം പറയാനുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും ബോർഡ് തുടച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പം ഒരുപാട് പ്രാവശ്യം നമ്മൾ വീഡിയോ കട്ട് ചെയ്യേണ്ടി വരും. അതായത് ഒരു 10-15 വീഡിയോ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് മെർജ് ചെയ്ത് റെൻഡർ ചെയ്ത് അപ്ലോഡ് ചെയ്ത് ആ റെൻഡർ കഴിഞ്ഞതിന് ശേഷം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് അത് ഒരു ലെങ്തി പ്രൊസീജിയർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ എഡിറ്റിംഗ് സെക്ഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ത്രൂ ഔട്ട് സിംഗിൾ ടേക്കിൽ അങ്ങ് എടുക്കുവാണേ. കാരണം നമുക്ക് ഒരുപാട് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പൊ അതുകൊണ്ട് സിംഗിൾ ടേക്കിൽ അങ്ങ് പോവാണ്. ഓക്കെ, അപ്പം അത് കോപ്പറേറ്റ് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന് കണ്ട് പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് ടി. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ഓഫ് എഫ് ഓഫ് എസ് ആണ്. ഒരു ഫംഗ്ഷൻ ഓഫ് എസ് ആണ്. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ടി ഡൊമൈനിൽ നിന്ന് എന്തിലേക്ക് മാറ്റിയിട്ടുണ്ട്? എസ് ഡൊമൈനിലേക്ക് കൺവേർട്ടഡ് ആയിട്ടുണ്ട്. ശരിയല്ലേ? ടി ഡൊമൈനിൽ നിന്നും എസ് ഡൊമൈനിലേക്ക് സംഭവം കൺവേർട്ടഡ് ആയിട്ടുണ്ട്. ഇത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്, ദിസ് ഇക്വേഷൻ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഓർ ബേസിക് ഇക്വേഷൻ ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ഇന്റഗ്രൽ 0 to infinity f of t into e raised to minus st dt. Integral 0 to infinity f of t into e raised to minus st dt. ഈ ഇക്വേഷൻ എല്ലാവരും ഒരു ബോക്സ് വരച്ചിടുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇത് യൂസ് ചെയ്താണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻസിന്റെ എല്ലാം എന്ത് കണ്ടുപിടിക്കുന്നത്? ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുന്നത്. ഇതാണ് അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫോർമുല. ഇനി നിങ്ങൾ കുറച്ച് ഫംഗ്ഷൻസിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം പഠിച്ചു വെക്കണം. 1-2 എണ്ണം ഞാൻ ഡിറൈവ് ചെയ്ത് കാണിക്കും. അതുകൊണ്ട് ബാക്കി എല്ലാത്തിന്റെയും ഫോർമുലാസ് ഞാൻ ഡയറക്റ്റ് ആയിട്ട് തരും. എനിവേസ് അടുത്ത ക്ലാസ്സിന് മുൻപ് തീർച്ചയായിട്ടും ഇത്രയും ഫോർമുലാസ് മനസ്സിൽ തറവായിരിക്കണം. കാരണം ത്രൂ ഔട്ട് നമ്മൾ ഇതാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഐശ്വര്യമായിട്ട് തന്നെ നമുക്ക് 1ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിച്ച് സ്റ്റാർട്ട് ചെയ്യാം. 1-2 എണ്ണം നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കണം. അതിനകത്ത് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഒരു പ്രാവശ്യം യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. 2015 സ്കീമുകാർക്ക് കേട്ടോ. അല്ലാതെ ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന ഡെറിവേഷൻസ് അങ്ങനെ അധികം എക്സാമിന് ചോദിച്ചു കണ്ടിട്ടില്ല.
പക്ഷെ അത് ആ ഡെറിവേഷനിലൂടെ കിട്ടുന്ന ഉത്തരം അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും ഈ മൊഡ്യൂൾ ബാക്കി പഠിച്ചു വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ കാണാതെ പഠിക്കേണ്ട കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ സെറ്റ്, ആ ടേബിൾ ഞാൻ അവസാനം തരും. ടേബിളിന് മുമ്പ് എല്ലാ ഇക്വേഷൻസും ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് 1 ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് ഡിറൈവ് ചെയ്ത് തന്നെ കണ്ടുപിടിക്കാം. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1, ശ്രദ്ധിച്ചിരിക്കണേ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 എന്ന് പറയുന്നത് എന്താണ്? 1 ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം. 1 എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ഓഫ് ടി ആണോ എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സംശയം തോന്നിയോ? 1 എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ഓഫ് ടി ആണോ? 1 ഒരു കോൺസ്റ്റന്റ് അല്ലേ? എനിക്ക് വേണമെങ്കിൽ 1 നെ എങ്ങനെ എഴുതാം? t⁻0 എന്ന് എഴുതാം, ശരിയല്ലേ? t⁻0 എന്ന് എഴുതാം. നമുക്കറിയാം എനി നമ്പർ റേസ് ടു 0 എന്ന് പറയുന്ന 1 ആണ്. അപ്പൊ എനിക്ക് 1 നെ എങ്ങനെ വേണമെങ്കിലും എഴുതാം? t⁻0 എന്ന് വേണമെങ്കിൽ എഴുതാം, ശരിയല്ലേ? സോ ചുമ്മാ പറഞ്ഞേ ഉള്ളൂ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ f of t റീപ്ലേസ് ചെയ്ത് ഞാൻ എന്ത് കൊടുക്കണം? 1 കൊടുക്കണം. ഇന്റഗ്രൽ 0 to infinity f of t is replaced by എന്താണ്? 1 into e⁻st dt. So this is equal to integral 0 to infinity 1 into e⁻st എന്ന് പറഞ്ഞാൽ എന്താണ്? e⁻st dt. So this is equal to e⁻st യുടെ ഇന്റഗ്രൽ എന്താണ്? നമുക്കറിയാം ഇന്റഗ്രൽ e⁻ax, ഇന്റഗ്രൽ e⁻ax dx എന്ന് പറയുന്നത് e⁻ax by a ആണ്, ശരിയല്ലേ? അകത്ത് കിടക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം, അല്ലെ? അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. e⁻st യുടെ ഇന്റഗ്രൽ എന്താണ്? e⁻st by -st യുടെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള -s കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. ഓവർ ദ ലിമിറ്റ് എന്താണ്? 0 to infinity. മനസ്സിലാണോ? ഇനി എന്ത് ചെയ്യണം? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്നുള്ള രീതിയിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. സോ ദിസ് ഈസ് ഈക്വൽ ടു e⁻, ഞാൻ ആദ്യമേ ഇട്ടു. എസ് എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്. എസ് എന്ന് പറയുന്നത് എന്താണ്? ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്. ഇവിടെ ടിയുടെ പ്ലേസിൽ വരാൻ പോകുന്ന ഇൻഫിനിറ്റി ആണ്. വിത്ത് റെസ്പെക്ട് ടു dt അല്ലേ? അപ്പൊ ടിക്ക് വേണം നമ്മൾ ലിമിറ്റ് കൊടുക്കാൻ. ടിയുടെ പ്ലേസിൽ വരാൻ പോകുന്ന ആൾ ഇൻഫിനിറ്റി ആണ്. എസ് ഫൈനൈറ്റ് ആണ്, ടി ഇൻഫിനിറ്റി ആണ്. അപ്പൊ ഫൈനൈറ്റ് ഇൻറ്റു ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഓൾവേസ് ഇൻഫിനിറ്റി ആണ്. ശ്രദ്ധിച്ചിരിക്കുക, ഒരു ഫൈനൈറ്റ് വാല്യൂ, എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുന്ന ഒരു നമ്പറും ഒരു വാല്യൂവും ഇൻഫിനിറ്റിയും കൂടെ ഗുണിച്ചാൽ അഥവാ അനന്തതയുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഉത്തരം അനന്തത തന്നെയാണ്, അഥവാ ഇൻഫിനിറ്റി തന്നെയാണ്. സോ ദ ആൻസർ ഇസ് ഇൻഫിനിറ്റി ഓൺലി. ബൈ എന്ത് കിടപ്പുണ്ട്? -s. അപ്പൊ അപ്പർ ലിമിറ്റ് കഴിഞ്ഞു, മൈനസ് ലോവർ ലിമിറ്റ്. ലോവർ ലിമിറ്റ് എന്താണ്? ടിയുടെ പ്ലേസിൽ 0 കൊടുക്കണം. അപ്പൊ s into 0 എന്ന് പറയുന്നത് എന്താണ്? 0 തന്നെയാണ്. 0ക്ക് സൈൻ ഇടാറില്ല നമ്മൾ. അപ്പൊ മൈനസ് പ്ലസ് ഒന്നും യൂസ് ചെയ്യേണ്ട, 0 എന്ന് മാത്രം ഇട്ടാൽ മതി. ഡിവൈഡഡ് ബൈ എന്താണ്? -s. അപ്പൊ അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്തു. അപ്പർ ലിമിറ്റ് മൈനസ് ജനറലൈസ്ഡ് ആയിട്ടുള്ളതാണ് ലോവർ ലിമിറ്റ്. അപ്പൊ നമ്മൾ ലിമിറ്റ് കൊടുത്തു. ഇനി എന്താണ്? e⁻∞ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. e⁻∞ എന്ന് പറയുന്നത് 1/e⁻∞ ആണ്, ശരിയല്ലേ? x⁻m എന്ന് പറയുന്നത് 1/x⁻m ആണ്, അറിയാലോ? അപ്പൊ അതനുസരിച്ച് e⁻∞ എന്ന് പറയുന്നത് 1/e⁻∞ ആണ്. സോ ദ ആൻസർ ഈസ് e⁻∞. ഞാൻ പറഞ്ഞു ഇൻഫിനിറ്റിയുടെ കൂടെ ഏത് ഫൈനൈറ്റ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ചെയ്താലും എനിക്ക് കിട്ടുന്ന ഉത്തരം എന്ത് തന്നെയായിരിക്കും? ഇൻഫിനിറ്റി തന്നെയായിരിക്കും. 1/∞ എന്താണ്? 0. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ജനറൽ ആയിട്ട് പഠിച്ചിട്ടുള്ള 1/∞ എന്താണ്? 0. സോ e⁻∞ ഉത്തരം എന്താണ്? 0. അത് നിങ്ങൾ കാണാതെ ഓർത്ത് വെക്കണം, എപ്പോഴും കാണാതെ ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. e⁻∞ എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. അത് നിങ്ങൾ സൈഡിൽ ജസ്റ്റ് ഒരു ബോക്സ് വരച്ചിട്ടാൽ നാണക്കേടൊന്നും വിചാരിക്കേണ്ട, കാരണം നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കേണ്ട ഒരു സാധനമാണ്, ഇമ്പോർട്ടന്റ് തന്നെയാണ്. e⁻∞ എന്ന് പറയുന്നത് എന്താണ്? 0. ഇപ്പോഴും യൂസ് വരുന്നതാണ് കേട്ടോ. അപ്പൊ അടുത്ത മൊഡ്യൂളായാലും യൂസ് വരുന്നതാണ്. e⁻∞ എന്താണ്? 0. അപ്പൊ ഈ ടേം എന്തായിപ്പോയി? e⁻∞ ഉള്ളതുകൊണ്ട് ഈ ടേം 0 ആയിപ്പോയി. 0/-s എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. ഇവിടെ 2 മൈനസ് ഉണ്ട് അല്ലെ? 2 മൈനസ് ചേർന്നിട്ട് പ്ലസ് ആവും. e⁻0, ഇനി നമ്പർ ⁻0 1 ആണ്. ബൈ എന്നുണ്ട് s, കാരണം ഈ 2 മൈനസ് ചേർന്നിട്ട് പ്ലസ് ആയിരുന്നു. 0 + 1/s എന്താണ്? 1/s. സോ ദ ആൻസർ ഈസ് എന്താണ്? 1/s. സോ അപ്പൊ 1 ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എനിക്ക് എന്ത് കിട്ടി? 1/s കിട്ടി. ഓക്കെ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 1 ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? 1/s. അപ്പൊ ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഒരു ഇക്വേഷൻ ആയിട്ട് എഴുതും. 1 ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? 1/s ആണ്. ശ്രദ്ധിച്ചിരിക്കുക, 1 ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? 1/s ആണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 ഈസ് 1/s. പഠിച്ചു വെച്ചോ? പഠിച്ചു വെച്ചേ പറ്റുള്ളൂ, കാണാതെ അറിഞ്ഞിരിക്കണം. 1 ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഇനി എപ്പോ ചോദിച്ചാലും പറയണം ഉത്തരം എന്താണ്? 1/s. 1 ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? 1/s. 1 ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, 1/s. സോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 എന്താണ്? 1/s. പഠിച്ചോ? ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഓരോ ചെറിയ ചെറിയ ഇക്വേഷൻസ് ആണ്, അത് ഞാൻ ബോക്സ് ചെയ്ത് പോകും. ഏറ്റവും ലാസ്റ്റ് ഞാൻ കോളത്തിലാക്കും. 1 ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം 1/s ആണ്. ഈ ലാപ്ലേസ് ട്രാൻസ്ഫോം ഈക്വൽ സൈന്റെ അപ്പുറത്ത് പോകുമ്പോൾ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആവും.
നമ്മൾ പണ്ട് തൊട്ടേ കുറെ പറഞ്ഞു പഠിക്കാറുണ്ട് അല്ലെ. പ്ലസ് അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ആവും, മൈനസ് അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് ആവും, ഇൻഡു അപ്പുറത്ത് പോകുമ്പോൾ ഡിവൈഡ് ആവും, ലോഗരിതം അപ്പുറത്ത് പോകുമ്പോൾ ആന്റി ലോഗരിതം ആകും. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഒരുപാട് പറഞ്ഞു പഠിക്കാറുണ്ട്. സ്ക്വയർ അപ്പുറത്ത് പോകുമ്പോൾ റൂട്ട് ആവും, റൂട്ട് അപ്പുറത്ത് പോകുമ്പോൾ സ്ക്വയർ ആവും, സൈൻ അപ്പുറത്ത് പോകുമ്പോൾ സൈൻ ഇൻവേഴ്സ് ആവും. അതേപോലെ തന്നെ പഠിച്ചു വെച്ചോളൂ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഈക്വൽ സൈൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആവും. സോ എൽ അപ്പുറത്ത് പോയാൽ എൽ ഇൻവേഴ്സ് ആവും. ശ്രദ്ധിച്ചിരിക്കുക, എൽ അപ്പുറത്ത് പോയാൽ എന്താവും? എൽ ഇൻവേഴ്സ്. സോ എൽ ഇൻവേഴ്സ് ഇങ്ങനെയാണ് എഴുതുന്നത്. എൽ എഴുതി മുകളിൽ ഒരു മൈനസ് ആണ്. എങ്ങനെ വായിക്കേണ്ടത്? എൽ ഇൻവേഴ്സ്. എൽ ഇൻവേഴ്സ് ഓഫ് 1/s ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1/s എന്ന് പറയുന്നത് വായിക്കാം. ഇതിനെങ്ങനെ വായിക്കും? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1. ഇതെങ്ങനെ വായിക്കും? ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1/s. ഉത്തരം എന്താണ്? 1/s. എൽ അപ്പുറത്ത് പോയി ബാക്കിയുടെ എന്തുണ്ട്? 1. സോ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1/s എന്നാണ് 1. ക്ലിയർ? ഈ ഇക്വേഷനും കൂടെ കൂട്ടത്തിൽ എഴുതി വെക്കാം. എൽ ഇൻവേഴ്സ് ഓഫ് 1/s എന്നാണ് 1. ഇത് രണ്ടും കാണാതെ അറിഞ്ഞിരിക്കണം. ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. 1ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം 1/s, 1/sന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം 1. ഓക്കെ അല്ലേ? അടുത്ത ലാപ്ലേസ് ട്രാൻസ്ഫോം നോക്കാം നമുക്ക്. നെക്സ്റ്റ് e⁻⁸ ലാപ്ലേസ് ട്രാൻസ്ഫോം. e⁻⁸ ലാപ്ലേസ് ട്രാൻസ്ഫോം വളരെ ഇമ്പോർട്ടന്റ് ആണ്. സാധാരണ എക്സാമിന് ഡിറൈവ് ചെയ്യാൻ അങ്ങനെ ചോദിക്കാറില്ല, പക്ഷെ അതിന്റെ ഉത്തരം കാണാതെ അറിയാമെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. e⁻⁸ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് നെക്സ്റ്റ് നമ്മൾ ഇനി ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഏത് ഫംഗ്ഷൻ കിട്ടിയാലും അതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കുറച്ച് പേരാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻⁸. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻⁸. സോ ദിസ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ടിയുടെ പ്ലേസിൽ ആര് വന്നു? e⁻⁸ വന്നു. അപ്പൊ ഇവിടെ എഫ് ഓഫ് ടി മാറ്റിയിട്ട് ഞാൻ ആരാക്കണം? e⁻⁸ ആക്കണം. അപ്പൊ എന്തുവരും? ഇന്റഗ്രൽ 0 to ∞ e⁻⁸ ഇൻറ്റു e⁻ -st dt. e⁻⁸ ഇൻറ്റു e⁻ -st dt. ഇവിടെ എന്താ അപ്ലൈ ചെയ്യണം? a⁻m ഇൻറ്റു a⁻n എന്താണ്? a⁻m പ്ലസ് n. a⁻m ഇൻറ്റു a⁻n is equal to a⁻m plus n. So this is equal to integral 0 to ∞ e⁻, മുകളിൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? at minus st dt. Yes. So this is equal to മുകളിൽ t പുറത്തെടുത്ത എന്ത് വരും? integral 0 to ∞ e⁻a minus s into t dt. So this is equal to മുമ്പേ പഠിച്ച ഇക്വേഷൻ എന്താണ്? ഇന്റഗ്രൽ e⁻at dt is equal to e⁻at by a. ശരിയാണല്ലോ? അപ്പൊ അതനുസരിച്ച് ഇത് കോൺസ്റ്റന്റ് ആണ്. ഇൻറ്റു ടി എന്ന് പറയുമ്പോൾ സെയിം സാധനം നോക്കി എഴുതുക. e⁻a minus s into t ഡിവൈഡഡ് ബൈ ടിയുടെ കോഎഫിഷ്യന്റ് ആയിട്ടുള്ള a കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഹിയർ ടിയുടെ കോഎഫിഷ്യന്റ് ആയിട്ടുള്ള a minus s കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഓവർ ദ ലിമിറ്റ് 0 to ∞. യെസ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇനി നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണം? ലിമിറ്റ് അപ്ലൈ ചെയ്യണം. എങ്ങനെയാണ് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത്? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്നുള്ള രീതിയിലാണ് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത്. അപ്പർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ ടിയുടെ പ്ലേസിൽ നമ്മൾ എന്ത് കൊടുക്കണം? ഇൻഫിനിറ്റി കൊടുക്കണം. അതിനു മുൻപ് ഒരു സ്റ്റെപ്പും കൂടെ ഞാൻ ചെയ്യണം. ടിയുടെ പ്ലേസിൽ ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മീനിങ് വൈസ് പറയുവാണെങ്കിൽ ഈ a മൈനസ് എസ് എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണ്. അപ്പൊ അതുകൊണ്ട് e⁻∞ ആണ് ഇവിടെ വരുന്നത്. അപ്പം അത് ചിലർക്ക് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഒരു മാത്തമാറ്റിക്കൽ സ്റ്റെപ്പും കൂടെ ഞാൻ ചെയ്യും. മുകളിൽ നിന്ന് ഒരു മൈനസിനെ ഞാൻ പുറത്തെടുക്കും. a മൈനസ് എസിൽ നിന്ന് ഒരു മൈനസിനെ പുറത്തെടുക്കും. എനിക്ക് വേണമെങ്കിൽ അതിനെ എങ്ങനെ എഴുതാം? മൈനസ് ഓഫ് എസ് മൈനസ് എന്ന് എഴുതാം. a മൈനസ് എസിനെ എങ്ങനെ എഴുതാം? മൈനസ് ഓഫ് എസ് മൈനസ് എന്ന് എഴുതാം. ആ ഒരു സ്റ്റെപ്പിന് ശേഷമേ ഞാൻ ലിമിറ്റ് കൊടുക്കുന്നുള്ളൂ. സോ ദിസ് ഈസ് ഈക്വൽ ടു e⁻, മുകളിൽ എങ്ങനെ എഴുതാം? മൈനസ് ഓഫ് എസ് മൈനസ് എന്ന് എഴുതാം. ശരിയല്ലേ? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ മൈനസ് എസ് തിരിച്ചു കിട്ടുന്നുണ്ട്, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് എ തിരിച്ചു കിട്ടുന്നുണ്ട്. ശരിയാണല്ലോ? ടി ഡിവൈഡഡ് ബൈ എന്താണ്? a മൈനസ് എസ്. a മൈനസ് എസ് ഓവർ ദ ലിമിറ്റ് 0 to ∞. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു. സോ e⁻, മൈനസ് ഞാൻ അതേപോലെ തന്നെ ഇട്ടു. എസ് മൈനസ് എ എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള ഉത്തരവാണ്. ദാറ്റ് ഫൈനൈറ്റ് ഉത്തരം ഇൻറ്റു ടിയുടെ പ്ലേസിൽ ഇൻഫിനിറ്റി ആണ് വരുന്നത്. ഫൈനൈറ്റ് ഉത്തരം ഇൻറ്റു ഇൻഫിനിറ്റി ഈസ് ഓൾവേസ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി ഡിവൈഡഡ് ബൈ a മൈനസ് എസ് മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ ടിയുടെ പ്ലേസിൽ എന്ത് കൊടുക്കണം? ഞാൻ 0 കൊടുക്കണം. അപ്പൊ എസ് മൈനസ് എ ഇൻറ്റു 0 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. e⁻0 ഡിവൈഡഡ് ബൈ എന്തുണ്ട്? a മൈനസ് എസ്. സംശയമുണ്ടോ? ദെൻ e⁻∞ എന്താണെന്ന് എനിക്കറിയാം. 0 ആണെന്ന് അറിയാം. ഓൾറെഡി പഠിച്ചല്ലേ? e⁻∞ എന്ന് പറയുന്നത് 1/e⁻∞ ആണ്. 1/e⁻∞ ഇൻഫിനിറ്റി ആണ്. 1/∞ 0 ആണ്. 1/∞ 0 ആണ്. സോ ദ ആൻസർ ഈസ് 0. അപ്പൊ എന്തൊരും? 0/a മൈനസ് എസ് എന്ന് വരും. അതെന്താണ്? 0 മൈനസ് e⁻0 എന്താണ്? 1. ഇനി നമ്പർ റൈസ് ടു 0 1 ആണ്. ബൈ എന്താണ്? a മൈനസ് എസ്.
ക്ലിയർ അല്ലേ? ഇനി ഈ ഡിനോമിനേറ്ററിൽ ഞാൻ മുമ്പത്തെ പോലെ ഒരു മൈനസിനെ പുറത്തെടുക്കും. സോ ദിസ് ഈസ് ഈക്വൽ ടു, മുകളിൽ ഒരു മൈനസ് ഉണ്ട്, 1 ബൈ, താഴെ ഒരു മൈനസിനെ പുറത്തെടുത്ത് എനിക്ക് മൈനസ് ഓഫ് എസ് മൈനസ് എ എന്ന് എഴുതാം. സംശയം ഉണ്ടോ? മൈനസ് ഓഫ് എസ് മൈനസ് എന്ന് എഴുതാം. എ മൈനസ് എസിനെ എങ്ങനെ എഴുതാം? മൈനസ് ഓഫ് എസ് മൈനസ് എ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയോ, മൈനസ് എസ് പ്ലസ് എ, മൈനസ് എസ് പ്ലസ് എ തിരിച്ചു കിട്ടുന്നുണ്ട്. സോ ഈ മൈനസും കൂടെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ഉത്തരം എന്തായി? 1 ബൈ എസ് മൈനസ് എ. എന്താണ്? 1 ബൈ എസ് മൈനസ് എ. ക്ലിയർ അല്ലേ? അപ്പൊ ഇ റൈസ് ടു 80യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? 1 ബൈ എസ് മൈനസ് എ. ഇ റൈസ് ടു 80യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? 1 ബൈ എസ് മൈനസ് എ. ക്ലിയർ അല്ലേ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇ റൈസ് ടു 80യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം 1 ബൈ എസ് മൈനസ് എ. അത് ഞാൻ ഇക്വേഷൻ ആയിട്ട് എഴുതുവാണ് അടുത്ത സ്റ്റെപ്പിലെ. സോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു 80 എന്ന് പറയുന്നത് എന്താണ്? 1 ബൈ എസ് മൈനസ് എ. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു 80 എന്ന് പറയുന്നത് എന്താണ്? 1 ബൈ എസ് മൈനസ് എ. ഓക്കെ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു 80 is equal to 1 divided by s minus a. ഒരു ബോക്സിനകത്ത് ആക്കിയിടുക. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു 80 എന്താണ്? 1 by s minus a. Okay, if a is replaced by minus a, this equation becomes Laplace transform of e raised to a മാറ്റി minus a ആക്കണം. minus 80 is equal to 1 by s. ഓൾറെഡി അവിടെ ഒരു മൈനസ് ഉണ്ട്. a മാറ്റി a is replaced by minus a മാറ്റി minus a ആക്കണം. so this is equal to 1 by 2 മൈനസ് ചേർന്നിട്ട് എന്താവും? പ്ലസ് 1 by s plus a. ഓക്കെ, അപ്പൊ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു മൈനസ് 80 എന്താണ്? 1 by s plus a. രണ്ട് ഇക്വേഷനും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്, കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു 80 എന്ന് പറയുമ്പോൾ 1 by s minus a. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു മൈനസ് 80 എന്ന് പറയുമ്പോൾ 1 by s plus a. ക്ലിയർ അല്ലേ? അപ്പൊ അതേപോലെ തന്നെ എൽ അപ്പുറത്ത് പോകുമ്പോൾ എൽ ഇൻവേഴ്സ് ആവും. therefore എൽ ഇൻവേഴ്സ് ഓഫ് 1 by s minus a. എൽ ഇൻവേഴ്സ് ഓഫ് 1 by s minus a എന്ന് പറയുന്നത് എന്താണ്? ഇ റൈസ് ടു 80. എൽ ഇൻവേഴ്സ് ഓഫ് 1 by s minus a എന്താണ്? ഇ റൈസ് ടു 80. ഈ എൽ അപ്പുറത്ത് പോകുമ്പോൾ എൽ ഇൻവേഴ്സ് ആവും. അതേപോലെ തന്നെ എൽ ഇൻവേഴ്സ് ഓഫ് 1 by s plus a എന്ന് പറയുന്നത് എന്താണ്? ഇ റൈസ് ടു മൈനസ് 80. എൽ ഇൻവേഴ്സ് ഓഫ് 1 by s plus a എന്താണ്? ഇ റൈസ് ടു മൈനസ് 80. ഈ രണ്ട് ഇക്വേഷൻസും കൂടെ നമ്മൾ എന്ത് ചെയ്യുക? ബോക്സിനകത്താക്കാം. സോ എൽ ഇൻവേഴ്സ് ഓഫ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, എൽ ഇൻവേഴ്സ് ഓഫ് 1 by s minus a എന്താണ്? ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം തന്നെ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ഒക്കെ അപ്ലൈ ചെയ്ത് സോൾവ് ചെയ്ത് വന്ന് നിൽക്കുന്ന ഇങ്ങനെയുള്ള ആൾക്കാരിലായിരിക്കും. അപ്പം ഈ ഇക്വേഷൻ അറിയെങ്കിൽ മാത്രമേ നമുക്ക് ഫൈനൽ ഉത്തരം ഇൻ ടേംസ് ഓഫ് ടിയിലേക്ക് എനിക്ക്, അതായത് എസ് ഡൊമൈനിൽ നിന്ന് ടി ഡൊമൈനിലേക്ക് മാറ്റുന്ന ഈ ഫൈനൽ ഉത്തരം എനിക്ക് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾസ് ഞാൻ 1-2-3 കാണിച്ചു തരാം. എക്സാമ്പിൾസ്: ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു 2t എന്തായിരിക്കും? 1 by s minus 2. ശരിയാണല്ലോ? ഇ റൈസ് ടു 80 1 by s minus a ആണെങ്കിൽ ഇ റൈസ് ടു 2t എന്താണ്? 1 by s minus 2. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു മൈനസ് 3t. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു മൈനസ് 3t. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു മൈനസ് 80 1 by s plus a ആണ്. ഇ റൈസ് ടു മൈനസ് 3t എന്ത് വരും? 1 by s plus 3. 1 by s plus 3. ക്ലിയർ? ഇപ്പൊ പ്രാക്ടിക്കലി ഇത് അപ്ലൈ ചെയ്യാൻ മനസ്സിലായല്ലോ? യെസ്. അപ്പൊ ഇ റൈസ് ടു 80 നിന്ന് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഏറ്റവും അവസാനം നമുക്ക് ഇതൊക്കെ ബോക്സിനകത്ത് ഇതൊക്കെ ടേബിൾ ആക്കണം. അത് നമുക്ക് അവസാനം ചെയ്യാം. അപ്പൊ അതിനു മുമ്പേ നമ്മൾ തിയററ്റിക്കലായിട്ട് നല്ല രീതിയിൽ കൺസെപ്ച്വൽ ആയിട്ട് പഠിച്ചു വയ്ക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി. ഇതിന്റെ ഡെറിവേഷൻ 3 മാർക്കിന് ഒരു പ്രാവശ്യം 2015 സ്കീം മാർക്ക് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് പഠിച്ചു വെക്കുക. കാരണം നിങ്ങൾക്ക് ചോദിച്ചാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇത് എന്തിനകത്തുള്ളതാണ്? നിങ്ങളുടെ സിലബസിൽ പഠിക്കാനുള്ളതാണ്. ഓക്കെ, Laplace transform of, next we are going to discuss Laplace transform of t. t യുടെ Laplace transform ശ്രദ്ധിച്ചിരിക്കണേ. Laplace transform of t, Laplace transform of t equal to f of t മാറ്റിയിട്ട് എന്തായിട്ടുണ്ട്? t ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? f of t മാറ്റിയിട്ട് t ആക്കണം. എന്ത് വരും? ഇന്റഗ്രൽ 0 to infinity f of t യുടെ പ്ലേസിൽ t into e raised to minus st dt. ശരിയാണല്ലോ? t into e raised to minus st dt. ഇവിടെ നിങ്ങൾ എന്ത് അപ്ലൈ ചെയ്യണം? ലെബനിസ് അല്ല, ബെർണോളി. ബെർണോളിസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യണം. ബെർണോളിസ് റൂൾ അപ്ലൈ ചെയ്യണം. എന്താണ് ബെർണോളിസ് റൂൾ? ഇന്റഗ്രൽ യു വി. നിങ്ങൾ ഒരുപക്ഷെ പുതിയതായിട്ട് പഠിക്കുന്നതായിരിക്കും, പഠിച്ചു വെച്ചേ പറ്റൂ. കാരണം ഇനി അങ്ങോട്ട് ഭയങ്കരമായ യൂസ് വരുന്ന സംഭവമാണ് ഇന്റഗ്രൽ യു വി. യു വി റൂൾ എന്ന് ചുമ്മാ നമ്മൾ പറയാറുണ്ട്. ഇന്റഗ്രൽ യു വി എന്ന് പറയുന്നത് യു വി 1 മൈനസ് യു ഡാഷ് വി 2 പ്ലസ് യു ഡബിൾ ഡാഷ് വി 3 മൈനസ് എക്സെട്ര. ഇന്റഗ്രൽ യു വി എന്താണ്? യു വി 1
മൈനസ് യു ഡാഷ് v2 പ്ലസ് യു ഡബിൾ ഡാഷ് v3 മൈനസ് എക്സെട്ര. അതായത് ഈ ഫസ്റ്റ് കിടക്കുന്ന ആളാണ് യു, സെക്കൻഡ് കിടക്കുന്ന ആളാണ് വി. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ യു ആയിട്ട് എടുക്കുന്ന ആളെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് 0 ആക്കാൻ പറ്റുന്ന ആളായിരിക്കണം. യു ആയിട്ട് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ രീതിയിലും ചെയ്യാം. നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. എന്താണ്? ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. പ്ലസ് 2 പഠിച്ചാണ്. പ്ലസ് 2 സെക്കൻഡ് ടെക്സ്റ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇന്റഗ്രേഷൻ. അതിനകത്ത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഇന്റഗ്രേഷൻ ബൈ പാർട്സ്, ഇന്റഗ്രൽ ഓഫ് ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ്. അല്ലെങ്കിൽ ചില ടീച്ചേഴ്സ് നിങ്ങളെ പ്രോഡക്റ്റ് റൂൾ ഇൻ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട്. ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. ആ രീതിയിൽ പഠിച്ചു വെക്കണം എന്ന് ഒരു നിർബന്ധമില്ല. കാരണം അതിനകത്ത് എഗെയിൻ ആൻഡ് എഗെയിൻ ദാറ്റ് റൂൾ സെയിം റൂൾ അപ്ലൈ ചെയ്ത് വളരെ എക്സ്പാൻഡ് ആയിട്ടുള്ള രീതിയിൽ സൊല്യൂഷൻ ചെയ്യേണ്ടി വരും. അതായത് 2-3 പേജ് എഴുതി ഒരു പക്ഷെ കണ്ടുപിടിക്കേണ്ടി വന്നേക്കാം. അതിനേക്കാളൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് യു വി റൂൾ. നമുക്ക് 3-ാമത്തെയോ 4-ാമത്തെയോ സ്റ്റെപ്പിൽ ഫൈനൽ ഉത്തരവാണ്. സോ ഇന്റഗ്രൽ യു വി എന്താണ്? യു v1 മൈനസ് യു ഡാഷ് v2 പ്ലസ് യു ഡബിൾ ഡാഷ് v3 മൈനസ് അങ്ങനെ പോകും. അതെന്താ സംഭവം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ യു ആയിട്ട് ചൂസ് ചെയ്യുന്ന ആള് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഉത്തരം 0 കിട്ടുന്ന ആളായിരിക്കണം. ഇപ്പൊ ടിയുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 1 ആണ്, 1ന്റെ ഡെറിവേറ്റീവ് 0 ആണ്. ഓക്കെ, ഇപ്പൊ സെക്കൻഡ് ഡെറിവേറ്റീവ് 0 ആണ്. ഇപ്പൊ എക്സ് സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x, 2xന്റെ ഡെറിവേറ്റീവ് 2, 2ന്റെ ഡെറിവേറ്റീവ് 0. അപ്പൊ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പോയ ഉത്തരം 0 കിട്ടും. പക്ഷെ സൈൻ എക്സ് ചൂസ് ചെയ്താലോ, യു ആയിട്ട് സൈൻ എക്സ് ചൂസ് ചെയ്താലുള്ള പ്രശ്നം എന്താ? സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്, കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് അല്ലെ? ആ രീതിയിൽ സൈൻ എക്സ് കോസ് എക്സ്, സൈൻ എക്സ് കോസ് എക്സ്, സൈൻ എക്സ് കോസ് എക്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഉത്തരം 0 കിട്ടുമോ? 0 കിട്ടുമോ? ഇല്ലല്ലോ. അപ്പൊ നമുക്ക് എന്ത് കിട്ടത്തില്ല? ഉത്തരം 0 കിട്ടത്തില്ല. ശ്രദ്ധിച്ചിരിക്കുക. അപ്പം അത് നമുക്ക് അവിടെ ഒരു പ്രശ്നമായിട്ട് വരും അല്ലെ? അത് നമുക്കൊരു പ്രശ്നമായിട്ട് വരും. അപ്പം അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? യു ആയിട്ട് ചൂസ് ചെയ്യുന്ന ആള് എപ്പോഴും ഡിഫറൻഷിയേറ്റ് ചെയ്ത് 0 കിട്ടുന്ന ഒരാളെ വേണം ചൂസ് ചെയ്യാൻ. അല്ലെങ്കിൽ ഇത് എത്ര നേരം ചെയ്തുകൊണ്ടിരിക്കും? ഫുൾ ടൈം ഇത് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. അത് ചൂസിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ സപ്പോസ് ഈ e−st ആദ്യം കടന്നു, ടി രണ്ടാമത് കടന്നു വിചാരിക്കുക. നമ്മൾ ഈ രീതിയിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാവുള്ളൂ. e−st സെയിം പ്രശ്നക്കാരനാ. ഇന്റഗ്രേറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കൊണ്ടേയിരിക്കും അല്ലെ? ഡിഫറൻഷിയേറ്റ് ചെയ്ത ഉത്തരം ഇങ്ങനെ വെക്കൊണ്ടേയിരിക്കും. e⁻x ഡെറിവേറ്റീവ് e⁻x, again e⁻x, again e⁻x, again e⁻x. നമുക്ക് ഇങ്ങനെ e⁻x ഡെറിവേറ്റീവ് വെക്കൊണ്ടേയിരിക്കും. വീണ്ടും വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതോറും ഉത്തരം അങ്ങനെ വെക്കൊണ്ടേയിരിക്കും. നമുക്ക് എന്തിലേക്ക് വരില്ല? 0യിലേക്ക് വരില്ല. അപ്പൊ നമുക്ക് ഈ ഒരു പ്രോസസ് എൻഡ് ചെയ്യണമല്ലോ. അപ്പൊ എൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? യു ആയിട്ട് ചൂസ് ചെയ്യുന്ന ആളെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് 0 ആക്കാൻ പറ്റുന്ന ആളായിരിക്കണം. കുറച്ച് ടൈം എടുത്ത് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. കാരണം ഇത് ഭയങ്കരമായ യൂസ് ഉള്ളതാണ്. കാരണം അടുത്ത മൊഡ്യൂളിൽ ഇതിന്റെ പരിപാടിയാണ്, ഇതിന്റെ കളിയാണ് ഫുള്ള് അടുത്ത മൊഡ്യൂളിൽ. അപ്പൊ അതുകൊണ്ട് ഇവിടെ വെച്ച് തന്നെ ആ ഒരു അടിത്തറ സ്ട്രോങ് ആക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഓക്കെ, ഇനി ഓരോന്ന് എന്തൊക്കെയാന്ന് പറഞ്ഞുതരാം. ഈ യുവിനെ നമ്മൾ അതേപോലെ തന്നെ നോക്കി എഴുതുന്നതാണ് ഇത്. യുവിനെ അതേപോലെ തന്നെ നോക്കി എഴുതും. v1 എന്ന് പറയുന്നത് വിയുടെ ഇന്റഗ്രൽ ആണ്. v1 എന്താണ്? വിയുടെ ഇന്റഗ്രൽ ആണ്. v1ന്റെ ഇന്റഗ്രൽ ആണ് v2, v2ന്റെ ഇന്റഗ്രൽ ആണ് v3. ആ ഒരു പ്രോസസ് ഇങ്ങനെ പോകും. യുവിന്റെ ഡെറിവേറ്റീവ് ആണ് യു ഡാഷ്, യു ഡാഷിന്റെ ഡെറിവേറ്റീവ് ആണ് യു ഡബിൾ ഡാഷ്, യു ഡബിൾ ഡാഷിന്റെ ഡെറിവേറ്റീവ് ആയിരിക്കണം യു ട്രിപ്പിൾ ഡാഷ്. ആ ഒരു പ്രോസസ് അങ്ങനെ പോകും. ഓക്കെ, അപ്പൊ ഇതാണ് സംഭവം. ബാക്കി ഇപ്പൊ ഞാൻ പറഞ്ഞ ഡെറിവേറ്റീവ് എടുക്കാനും നിങ്ങൾക്ക് അറിയാം, ഇന്റഗ്രേറ്റ് എടുക്കാനും അറിയാം അല്ലെ? അത് ഈ ഒരു ഇക്വേഷനിലേക്ക് കൊടുത്താൽ മതി. ഓക്കെ, അതായത് യുവിന്റെ ഡെറിവേറ്റീവ് ആണ് യു ഡാഷ് ഡി ബൈ ഡി ടി, യു ഡാഷിന്റെ ഡെറിവേറ്റീവ് ആണ് യു ഡബിൾ ഡാഷ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഈ വിയുടെ ഇന്റഗ്രലാണ് v1, v1ന്റെ ഇന്റഗ്രലാണ് v2. ആ ഒരു പ്രോസസ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇത് ഇന്റഗ്രൽ സിമ്പിൾ ആണ് കേട്ടോ. ഇത് ഡിഫറൻഷ്യൽ സിമ്പിൾ. ആ ഒരു സംഭവം ഒക്കെ അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ റൂൾ എന്ന് പറയുന്നത്. ഇതനുസരിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു, അപ്പൊ നമുക്ക് ശ്രദ്ധിച്ച് നോക്കി അപ്ലൈ ചെയ്യാം. യു ആദ്യമേ തന്നെ നോക്കി എഴുതണം. ഇവിടെ ഉള്ള യു അതേപോലെ തന്നെ നോക്കി എഴുതണം. അപ്പൊ ഇവിടെ ഉള്ള ടി ഞാൻ അതേപോലെ തന്നെ നോക്കി എഴുതണം. ഓക്കെ, എന്നിട്ട് ഈ വിയുടെ ഇന്റഗ്രൽ വേണം അടുത്ത് എഴുതാൻ. അപ്പൊ e⁻ ഇന്റഗ്രൽ ഓൾറെഡി നമ്മൾ ചെയ്തതാണ്. e⁻ ബൈ -s. ഓക്കെ, അത് നമ്മൾ ബ്രാക്കറ്റിൽ ഇടണം. ബ്രാക്കറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. കാരണം പിന്നീട് ഫുൾ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യും കറക്റ്റ് ആയിട്ട് ബ്രാക്കറ്റ് ഇട്ട് പോയില്ലെങ്കിൽ. മൈനസ് യു ഡാഷ്. യു ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? യുവിന്റെ ഡെറിവേറ്റീവ്. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്ന യു ആരാണ്? ടി. ടിയുടെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള 1 ആണ് ഇനി ഇവിടെ വരാൻ പോകുന്നത്. ശരിയല്ലേ? ടിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി എന്താണ്? 1. v2 എന്ന് പറഞ്ഞാൽ എന്താണ്? v1ന്റെ ഇന്റഗ്രൽ. അതായത് ഇവിടെ കിടക്കുന്ന നമ്മൾ ഈ ബ്രാക്കറ്റിനകത്ത് ഇട്ടിരിക്കുന്ന v1, ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് യൂസ് ചെയ്യും v1ന്. v1ന്റെ ഇന്റഗ്രൽ ആണ് v2. ഓക്കെ, അപ്പൊ ഇയാളുടെ ഇന്റഗ്രൽ ആണ് ഇവിടെ വരാൻ പോകുന്നത്. അപ്പൊ അവിടെ ഇയാളെ നമ്മൾ എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് കിടക്കുന്ന ആളെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ അവിടെ എന്ത് കോൺസ്റ്റന്റ് ഉണ്ട്? -1/s അല്ലെങ്കിൽ ഒരു 1/-s കോൺസ്റ്റന്റ് ആണ്. 1/-s കോൺസ്റ്റന്റ് ആണ്. again e⁻ യുടെ ഇന്റഗ്രൽ എന്താണ്?
ഇ റൈസ് ടു മൈനസ് എസ് ടി ബൈ എന്താണ് മൈനസ് എസ്. ഓക്കെ, അപ്പൊ അത് ഞാൻ എന്ത് ചെയ്തു, ബ്രാക്കറ്റ് യൂസ് ചെയ്തു. അപ്പൊ V2 കണ്ടുപിടിച്ചു. പ്ലസ് പ്ലസ് ഇനി എന്താണ് യു ഡബിൾ ഡാഷ് എന്ന് പറയുമ്പോൾ 1ന്റെ ഡെറിവേറ്റീവ് ആണ് ഇനി ഇവിടെ വരാൻ പോകുന്നത്. അതെന്താണ് 0. അപ്പൊ ഇനി മുന്നോട്ട് എഴുതി പോകേണ്ട ആവശ്യമില്ല. അല്ല, ഇത് 0 ആയി. പിന്നെ അടുത്ത ഇവിടെ V3 എഴുതുന്നതിന് പ്രസക്തി ഇല്ല, ശരിയല്ലേ? 0 into V3 എന്ന് പറഞ്ഞാൽ 0 തന്നെ. ബാക്കി ഇനി അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല, എല്ലാം 0 ആണ്. സന്തോഷമായില്ലേ? അപ്പൊ ഇവിടെ കൊണ്ട് നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആയി. ഇനി ഞാൻ എന്ത് ചെയ്താൽ മതി? കണ്ടോ, ഈ റൂള് കറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്താണ്ടോ? ഈ റൂൾ അപ്ലൈ ചെയ്താൽ ഒറ്റ സ്റ്റെപ്പിൽ ഉത്തരമാണ്. ഇനി നിങ്ങൾ പഠിച്ച പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം നിങ്ങൾക്ക് 5-6 സ്റ്റെപ്സ് എങ്കിലും കൺസ്യൂം ആവും. ഇൻ ദിസ് കേസ് ചില ക്വസ്റ്റൻ ആണെങ്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, അത് നമുക്ക് നിർത്താൻ പോലും പറ്റില്ല, അത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണ്. അത് യൂസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പക്ഷെ വളരെ ഈസിയാണ്. എന്ത് യൂസ് ചെയ്യാൻ പോയാൽ? ബൈ യൂസിങ് ദിസ് റൂൾ. അപ്പൊ ഈ റൂളിന്റെ ഇമ്പോർട്ടൻസ് പഠിക്കുക. ഇതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള എല്ലാ ഇന്റഗ്രേഷൻ പ്രോഡക്റ്റുകളിലും നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ റൂളാണ്. ഓക്കെ, ദെൻ ഇവിടെ നോക്കി തന്നെ ഞാൻ കുറച്ച് മോഡിഫിക്കേഷൻ വരുത്തുവാണേ. ഈ രണ്ട് മൈനസ് ചേർന്നിട്ട് എന്താവും? പ്ലസ് ആവും. സംശയമുണ്ടോ? എസ് ഇൻറ്റു എസ് എന്താണ്? എസ് സ്ക്വയർ. അത് സംശയമുണ്ടോ? അപ്പൊ 1 ഇൻറ്റു എന്ന് പറഞ്ഞാൽ അത് 1 തന്നെയാണ്. ഓക്കെ, അത്ര സംശയമുണ്ടോ? ഒന്നുമില്ലല്ലോ. ഇവിടെ 1 ഇൻറ്റു എന്ന് പറഞ്ഞാൽ സെയിം സാധനം തന്നെയാണ്. അല്ലെ വേട്ടെ, 1 ഒക്കെ കിടക്കട്ടെ. ഓവർ ദ ലിമിറ്റ് എന്താണ്? 0 to infinity. ഇനി ഞാൻ എന്ത് ചെയ്യണം? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്നുള്ള രീതിയിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ഓക്കെ, ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നിടത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, നമുക്ക് അപ്പർ ലിമിറ്റ് കൊടുക്കാം. ഇനി ഐശ്വര്യമായിട്ട് അപ്പർ ലിമിറ്റ് കൊടുക്കാം. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാണ് ലിമിറ്റ് കൊടുക്കുന്നത്. മനസ്സിൽ ഞാൻ ഇങ്ങനെ നോക്കുവാണെ, ടിയുടെ പ്ലേസിൽ എനിക്ക് ഇനി എന്ത് കൊടുക്കണം? ഇൻഫിനിറ്റി കൊടുക്കണം. 3 മാർക്കിന് ചോദിച്ചാണ്, അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. കാരണം അത് ഒരു കാര്യം പഠിക്കുമ്പോൾ നമ്മളത് മനസ്സിലാക്കി തന്നെ പഠിക്കണമല്ലോ. ടിയുടെ പ്ലേസിൽ നമ്മൾ എന്ത് കൊടുക്കണം? ഇൻഫിനിറ്റി കൊടുക്കണം. ഇ റൈസ് ടു മൈനസ് എസ് ഇൻറ്റു ടിയുടെ പ്ലേസിൽ ഇൻഫിനിറ്റി കൊടുക്കണം. അപ്പൊ ഞാനൊരു സംഭവം അത് ഞാൻ സൈഡിലോട്ട് ഒന്ന് പോയി എഴുതി നോക്കുവാണെ. ടിയുടെ പ്ലേസിൽ ഇൻഫിനിറ്റി വരും. ഇൻഫിനിറ്റി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ടി. അപ്പം ഇ റൈസ് ടു മൈനസ് എസ് ഫൈനൈറ്റ് ആണെന്ന് അറിയാം. ടിയുടെ പ്ലേസിൽ ഇൻഫിനിറ്റി ആണ്. ഫൈനൈറ്റ് ഇൻറ്റു ഇൻഫിനിറ്റി ഈസ് ഓൾവേസ് ഇൻഫിനിറ്റി. ബൈ മൈനസ് എസ് എന്ന് പറഞ്ഞാലും ഇ റൈസ് ടു മൈനസ് എസ് ടി എന്താവാനുള്ള ആളാ? ഇതെന്താന്ന് പഠിച്ചിട്ടുണ്ട് നമ്മള്. ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ മൈനസ് ബൈ മൈനസ് എസിന് പ്രസക്തിയില്ല, കാരണം അത് 0 ആണ്. അല്ലെ? അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യം ഒരു ഇൻഫിനിറ്റി പ്രശ്നക്കാരനായിട്ട് നിൽപ്പുണ്ട്. ഇൻഫിനിറ്റി ഇൻറ്റു 0 എന്ന് വന്നു, ശരിയല്ലേ? ഇൻഫിനിറ്റി ഇൻറ്റു 0 എന്ന് വന്നു. ഇതിന്റെ ഉത്തരം എന്താ? ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് അറിയോ? ഇൻഫിനിറ്റി ഇൻറ്റു 0യുടെ ഉത്തരം അറിയോ? നിങ്ങൾ എന്തെന്ന് എഴുതും? ഉത്തരം 0 എന്ന് എഴുതുമോ? 0 എന്ന് എഴുതാം. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്ന ഉത്തരം 0 ആണെന്ന് വെക്കാം. 0 എന്ന് എഴുതി. അപ്പം ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന ഒരാൾ, ഇവിടെ മൾട്ടിപ്ലൈഡ് ആണല്ലോ. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന ഒരാൾ ഇപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും, ശരിയല്ലേ? അപ്പൊ ഇൻഫിനിറ്റി ഈക്വൽ ടു 0/0 എന്ന് എഴുതേണ്ടി വരും, ശരിയല്ലേ? ഇത് കറക്റ്റ് ആണോ? ദിസ് ഈസ് നോട്ട് കറക്റ്റ്. 0/0 ഇൻഫിനിറ്റി അല്ല, അല്ലെ? 0/0 ഇസ് ആൻ ഇൻഡിറ്റർമിനേറ്റ് ഫോം. നിർവചിക്കപ്പെട്ടിട്ടില്ലാത്ത ഉത്തരം, അല്ലെ? നിർവചിക്കപ്പെട്ടിട്ടില്ലാത്ത ഉത്തരമാണ് 0/0. അപ്പൊ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ല. അപ്പൊ എന്താണ് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവം? ഇവിടെയാണ് നമ്മൾ നമ്മുടെ ലോജിക് അപ്ലൈ ചെയ്യേണ്ടത്. ലോജിക്കലി ആണ് ശരിക്കും ഇതിന്റെ ഒരു ഉത്തരം നമ്മൾ പറയേണ്ടത്. അതിനുവേണ്ടി ഞാൻ ഈ ഒരു ഫംഗ്ഷൻസിനെ ഇങ്ങോട്ട് എടുക്കുവാണേ. ഈ മൈനസ് എസിന് വലിയ പ്രസക്തി ഇല്ല, കാരണം നമ്മൾ ഇൻഫിനിറ്റി വെച്ചാണ് കളിക്കാൻ പോകുന്നത്. മൈനസ് എസ് ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള ആളാണ്. ഫൈനൈറ്റ് ആയിട്ടുള്ള ആൾ ഇൻഫിനിറ്റിയോട് കൂടെ ചേർന്നിട്ട് വലിയ സംഭവങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, അപ്പം ടി ഉണ്ട്, ഇ റൈസ് ടു മൈനസ് എസ് ടി ഉണ്ട്. ഇവന്മാർ രണ്ടുപേരും ഇൻഫിനിറ്റി മേടിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുക, അപ്പർ ലിമിറ്റ് മേടിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുക, ശരിയല്ലേ? ടി ഉണ്ട്, ഇ റൈസ് ടു മൈനസ് എസ് ടി ഉണ്ട്. ഇവന്മാർ രണ്ടുപേരിലാണ് ടി ഉള്ളത്. അപ്പൊ ടിയുടെ പ്ലേസിലോട്ട് ആര് വരാൻ പോവാണ്? ഇൻഫിനിറ്റി വരാൻ പോവാണ്. ഓക്കെ, ഈ ടിയുടെ പ്ലേസിലോട്ട് ഇൻഫിനിറ്റി, അതായത് ഈ ടി ലിമിറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്, അല്ലെ? ഈ ടി ഇൻഫിനിറ്റിയിലോട്ട് പോകാൻ നിൽക്കുക. ഇൻഫിനിറ്റി ആരംഭിച്ചിട്ട് നീട്ടി വരയ്ക്കാം. ഈ ടി ഇൻഫിനിറ്റിയിലോട്ട് പോകാൻ നിൽക്കുക. ഇ റൈസ് ടു മൈനസ് എസ് ടിയുടെ ഉത്തരം എന്താണെന്ന് എനിക്കറിയാം, 0 ആണെന്ന് അറിയാം. ഇ റൈസ് ടു മൈനസ് എസ് ഇൻറ്റു ടിയുടെ പ്ലേസിൽ ഇൻഫിനിറ്റി കൊടുത്താൽ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി 1/e റൈസ് ടു ഇൻഫിനിറ്റി 1/e റൈസ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ 1/infinity എന്ന് പറഞ്ഞാൽ 0. അതെനിക്ക് അറിയാവുന്ന ഉത്തരവാണ്. സോ ഇതിന്റെ ഉത്തരം എന്താണ്? 0. ഇത് ഞാൻ കുറച്ച് ഈ ഒരു ആരോമാർക്കിന്റെ നീട്ടം ഞാൻ കുറച്ചാണ് വരച്ചത്. ഇതിന്റെ നീളം ഇച്ചിരി കൂട്ടിയാണ് വരച്ചത്. ഞാൻ ബോധപൂർവം തന്നെയാണ് അങ്ങനെ വരച്ചത്. കാരണം എന്താന്ന് വെച്ചാൽ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി is an exponentially decaying function. അതിന്റെ ഗ്രാഫ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റിയുടെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ പോകും. ഇത് 1ൽ വന്ന് ടച്ച് ചെയ്യും, എന്നിട്ട് തന്നെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോയി അവസാനം ഇൻഫിനിറ്റി ആകുന്ന മൊമെന്റിൽ അത് എന്ത് ചെയ്യും? 0യിലേക്ക് വന്ന് ടച്ച് ചെയ്യും. ഓക്കെ, ഈ രീതിയിലാണ് അതിന്റെ ഗ്രാഫ് പോകുന്നത്. ഇത് ഫാസ്റ്റ് എക്സ്പോണൻഷ്യലി ഡീക്കേയിങ് ആണ്, ഫാസ്റ്റ് ആണ്.
ടി ഇൻഫിനിറ്റിയിൽ എത്താൻ നല്ല സമയം എടുക്കും. സമയമാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ടൈം ഈസ് വെരി ഇമ്പോർട്ടന്റ്. സമയം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇതിൽ ആരാദ്യം സീറോയിൽ എത്തും എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അതിന്റെ കറക്റ്റ് റീസൺ ഞാൻ പറഞ്ഞുതരാം. e⁻⁻ ഉത്തരം ഈ ടി ഇൻഫിനിറ്റിയിലേക്ക് എത്തുന്നതിന് ഒരുപാട് മുമ്പ് തന്നെ, അതായത് ഇവിടെ നിൽക്കുമ്പോൾ ടി ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള ആളായിരിക്കും. ഇൻഫിനിറ്റി വരെ പോയിട്ടില്ല. ഇൻഫിനിറ്റി വരെ ഇവർ രണ്ടുപേരും ഈ പോയിന്റിൽ എത്തി കേട്ടോ. രണ്ടുപേരും ഈ പോയിന്റിൽ വെച്ച് e⁻⁻ 0 ആയി. അതേ പോയിന്റിൽ വെച്ച് ടി എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള ആളായിരിക്കും. അത് എവിടെ വരെ പോയിട്ടില്ല? ഇൻഫിനിറ്റി വരെ പോയിട്ടില്ല. ഇൻഫിനിറ്റി വരെ പോയിട്ടില്ല. ഓക്കെ, ഫൈനൈറ്റ് ആയിട്ടുള്ള ആളായിരിക്കും. ഒരു ഫൈനൈറ്റിനെ 0 കൊണ്ട് ഗുണിച്ചാൽ അതിന്റെ ഉത്തരം എന്താണ്? 0. ഓക്കെ, ഇത് ഇൻഫിനിറ്റിയിൽ എത്തുന്ന ഒരേ സമയത്താണെങ്കിലാണ് ഇൻഫിനിറ്റി ഇൻറ്റു 0യുടെ ഉത്തരം എനിക്ക് അറിയത്തില്ല അല്ലെ, ഒരു സാഡ് ഫേസ് വരച്ചേക്കേണ്ടി വരും. അതിന്റെ ഉത്തരം നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇവിടത്തെ ഉത്തരം എനിക്കറിയാം അല്ലെ. ഇവിടത്തെ ഉത്തരം എന്താണ്? ഇവിടം വരെ ആകുന്ന കേസിൽ, അതായത് വളരെ പെട്ടെന്ന് തന്നെ e⁻⁻ 0 ആവും. ഏകദേശം ഇവിടെ ആകുമ്പോൾ തന്നെ അത് 0 ആവും. ഇത് 0 ആവുന്ന സമയത്ത് ടി എന്തിൽ നിൽക്കുന്നേ ഉള്ളൂ? ഒരു ഫൈനൈറ്റ് ഉത്തരത്തിൽ. വലിയ കാര്യത്തിൽ ഇൻഫിനിറ്റിയിലോട്ട് പോകാൻ നിൽക്കുകയാണ് ടി അല്ലെ. പക്ഷെ അതിനു മുമ്പേ e⁻⁻ പറയും, നീ ഇനി മുന്നോട്ട് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഞാൻ ഇവിടെ 0 ആയിട്ടുണ്ട്, നീ ഒരു ഫൈനൈറ്റ് നിൽക്കുമ്പോൾ തന്നെയാണ് ഞാൻ 0 ആയത്. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഗുണിച്ചാലുള്ള ഉത്തരം എന്ത് മാത്രമാണ്? 0 മാത്രമാണ്. ശരിയല്ലേ? സോ ഉത്തരം എന്താണ്? 0. ഓക്കെ, അങ്ങനെയാണ് ഇതിന്റെ ഉത്തരം എന്താവുന്നത്? അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഉത്തരം എന്താവുന്നത്? 0 ആവുന്നത്. അതാണ് അതിന്റെ ശരിക്കുള്ള എക്സ്പ്ലനേഷൻ. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. സംഭവം കറക്റ്റ് റീസൺ നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് രണ്ടുപേരും ഒരു ഓട്ട മത്സരത്തിന് നിൽക്കുകയാണെന്ന് വിചാരിക്കുക. ഇൻഫിനിറ്റി മേടിച്ചുകൊണ്ട് പോകാൻ നിൽക്കുകയാണ്. ടി ഇൻഫിനിറ്റിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. e⁻⁻ ഇൻഫിനിറ്റിയെ വാങ്ങിച്ചു. വളരെ പെട്ടെന്ന് തന്നെ അത് എന്തായി? വളരെ പെട്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, കുറച്ച് സമയമുണ്ട്. ഈ ടി ഇൻഫിനിറ്റിയിലേക്ക് എത്തുന്നതിനേക്കാൾ വളരെ പെട്ടെന്ന് തന്നെ ഇത് എന്താവും? കമ്പയർ ചെയ്യാൻ, ഇതിന്റെ രണ്ടിന്റെ സമയം കമ്പയർ ചെയ്യുകയാണെങ്കിൽ ടി ഇൻഫിനിറ്റിയിലേക്ക് എത്തുന്നതിനേക്കാൾ മുൻപ് തന്നെ e⁻⁻ 0യിലേക്ക് എത്തും. e⁻⁻ 0യിലേക്ക് എത്തുന്ന സമയത്ത് ടി ഒരു ഫൈനൈറ്റ് വാല്യൂ നിൽക്കുമായിരിക്കും അല്ലെ. ടി ഫൈനൈറ്റ് ആയിട്ട് നിൽക്കുമായിരിക്കും. പിന്നെ സമയം വേണോ അതിന് ഇൻഫിനിറ്റി പോകാൻ. അപ്പൊ ആ ഫൈനൈറ്റ് ഇൻറ്റു 0 എന്ന് പറയുന്നത് എന്താണ്? 0. എ ഫൈനൈറ്റ് വാല്യൂ. എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുന്ന ഉത്തരത്തിനെ 0 കൊണ്ട് ഗുണിച്ചാലുള്ള ഉത്തരം എന്താണ്? 0 തന്നെയാണ്. സോ ദാറ്റ്സ് ദ റീസൺ. ക്ലിയർലി? ഓക്കെ, അപ്പൊ ആ രീതിയിൽ എനിക്ക് ആൻസർ എന്തെന്ന് പറയാൻ പറ്റും? 0 എന്ന് പറയാൻ പറ്റും. സോ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ആൻസർ എന്താണ്? 0. ഓക്കെ, സംഭവം കറക്റ്റായിട്ട് മനസ്സിലായോ? യെസ്. സോ അപ്പർ ലിമിറ്റ് കൊടുത്തപ്പോൾ ആൻസർ എന്ത് കിട്ടിയെന്ന് മനസ്സിലായി. ഇൻഫിനിറ്റി ഇൻറ്റു e⁻⁻ ഓർത്ത് വെക്കുക. ഇൻഫിനിറ്റി ഇൻറ്റു e⁻⁻ ഈസ് ഓൾവേസ് എന്താണ്? 0. എന്തുകൊണ്ടാണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനിയിപ്പം ഇത് ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി വേറൊരു രീതിയും കൂടെ പറഞ്ഞുതരാം. ടി ഈ -1/s ഞാൻ മാറ്റി നിർത്തി. ടി ഇൻറ്റു e⁻⁻ എനിക്ക് എങ്ങനെ എഴുതാം? 1/e⁻ എന്ന് എഴുതാം. ശരിയല്ലേ? 1/e⁻ എഴുതാം. ഇവിടെ ലിമിറ്റ് കൊടുത്താൽ എന്താ പ്രശ്നം? ടിയുടെ പ്ലേസിൽ ഇൻഫിനിറ്റി by e⁻യുടെ പ്ലേസിൽ ഇൻഫിനിറ്റി. സോ ഇൻഫിനിറ്റി by infinity is an indeterminate form. So if an indeterminate form comes, take the derivative of numerator and denominator until that indeterminate form vanishes. That is what is called simply L'Hospital's rule or L'Hopital rule. So if we apply L'Hopital rule, t യുടെ ഡെറിവേറ്റീവ് 1 ആയി പോകും. e⁻ യുടെ ഡെറിവേറ്റീവ് s ആവും. Then we apply the limit 1/e⁻⁻, 1/∞, answer will become 0. ഈ രീതിയിൽ ആൻസർ എന്താണെന്ന് പറയാം? 0 ആണെന്ന് പറയാം. ഇത് മാത്തമാറ്റിക്കൽ വശം, മറ്റേത് പറഞ്ഞത് ലോജിക്കൽ വശം. ലോജിക്കലായിട്ട് അനലൈസ് ചെയ്യാൻ കൂടെ നിങ്ങൾ പഠിക്കണം. ഓക്കെ, സോ ദ ആൻസർ ഈസ് 0. ആൻസർ ഈസ് എന്താണ്? 0. എനിവേസ് ആൻസർ ഈസ് 0. സോ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ ആൻസർ എന്ത് കിട്ടി? 0 കിട്ടി. അപ്പം ഈ അപ്പർ ലിമിറ്റ് കൊടുത്തപ്പോൾ ആൻസർ 0 കിട്ടിയ കഥയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. -1 ഇൻറ്റു e⁻⁻ എന്താണെന്ന് എനിക്കറിയാം, 0 ആണെന്ന് അറിയാം. അപ്പൊ അത് 0 എന്ന് എഴുതിക്കോട്ടെ. സോ ദ ആൻസർ വിൽ ബിക്കം 0 മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ടി ഇൻറ്റു എന്ന് പറഞ്ഞിട്ടാണ്, അപ്പൊ 0 ഇൻറ്റു എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് തന്നെ. സോ ദ ആൻസർ ഈസ് 0 മൈനസ് ഇവിടെ എന്താണ്? e⁻⁻ എന്താണ്? 1 ബൈ എന്താണ്? s². ക്ലിയർ? സോ 0 മൈനസ് 0 0 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 1/s². സോ ദ ആൻസർ ഈസ് 1/s². ഇപ്പൊ സ്റ്റെപ്സ് ആയിട്ട് നോക്കുവാണെങ്കിൽ 1 2 3 4 നാലാമത്തെ സ്റ്റെപ്പിൽ ഉത്തരവാണ്. പക്ഷെ പറയാനാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, അപ്പം ഇത് 3 മാർക്കിന് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തത്. കാരണം ഈ പ്രോബ്ലം പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറയണം. സോ ദ ആൻസർ ഈസ് എന്താണ്? 1/s². ക്ലിയർ? അപ്പൊ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് എഴുതി വെക്കാം. ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? 1/s². ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? 1/s². ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഈസ് 1/s².
അതൊന്ന് എഴുതി വെക്കുക. ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം 1/s². അതേപോലെ തന്നെ L അപ്പുറത്ത് പോകുമ്പോൾ L ഇൻവേഴ്സ് ആവും. സോ L ഇൻവേഴ്സ് ഓഫ് 1/s², L ഇൻവേഴ്സ് ഓഫ് 1/s² എന്താണ്? T. L ഇൻവേഴ്സ് ഓഫ് 1/s² എന്താണ്? T. ഇതും കൂടെ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. ഓക്കെ അല്ലേ? യെസ്. ഇനി ജനറലൈസ്ഡ് ആയിട്ട് എനിക്ക് ഒരു ലാപ്ലേസ് ട്രാൻസ്ഫോം പറയാനുള്ളത് t⁻n ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. t⁻n ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t⁻n വളരെ ഇമ്പോർട്ടന്റ് ആണ്. 5 സ്റ്റാർ ഇക്വേഷൻ ആണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t⁻n ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. t⁻n ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം n ഫാക്ടോറിയൽ ബൈ s⁻n+1 ആണ്. t⁻n ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? n ഫാക്ടോറിയൽ ബൈ s⁻n+1. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ ഇതുവരെ പഠിച്ച ലാപ്ലേസ് ട്രാൻസ്ഫോം ഒക്കെ കുറച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 എന്ന് പറയുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 നെ എനിക്ക് വേണമെങ്കിൽ t⁻0 എന്ന് എഴുതാം. എന്നിട്ട് ഈ ഫോർമുല യൂസ് ചെയ്യാം. n ഫാക്ടോറിയൽ ബൈ s⁻n+1 എന്ന് പറയുമ്പോൾ 0 ഫാക്ടോറിയൽ ബൈ s⁻0+1. 0 ഫാക്ടോറിയൽ 1 ആണ് ബൈ s⁻0+1 1 ആണ്. സോ ദ ആൻസർ ഈസ് എന്താണ്? 1/s. 1 ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? 1/s. ക്ലിയർ? സോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടിയുടെ കണ്ടുപിടിക്കാം നമുക്ക്. ടി എനിക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? t⁻1 എന്ന് എഴുതാം. ടിയുടെ ഓൾറെഡി 1/s² കണ്ടുപിടിച്ചു. സെയിം ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കണ്ടേ? 1 ന്റെ കണ്ടുപിടിച്ചാണ് 1/s. ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് കിട്ടുന്നുണ്ടല്ലോ. t⁻1 എന്ന് പറയുമ്പോൾ 1 ഫാക്ടോറിയൽ ബൈ s⁻1+1 ദാറ്റ് ഈസ് 1/s². ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? 1/s². ഈ രീതിയിലും കണ്ടുപിടിക്കാം. ദെൻ t² വന്നാൽ എന്താണ്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t², 2 ഫാക്ടോറിയൽ ബൈ s⁻2+1. So the answer is 2 into 1/s⁻3. Answer is 2/s³. 2/s³. Clear? Laplace transform of t⁻5 വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? 5 ഫാക്ടോറിയൽ ബൈ s⁻5+1. So 5 ഫാക്ടോറിയൽ ബൈ s⁻6. ഈ രീതിയിൽ നമുക്ക് ടിയുടെ പവറിൽ ഒരു നമ്പർ വരുമ്പോൾ ഈ രീതിയിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം. വെരി വെരി ഇമ്പോർട്ടന്റ്, വൈഡ്ലി യൂസ്ഡ് ആണ്. കാരണം നിങ്ങളുടെ സിലബസിൽ ഇത് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത നമുക്ക് എന്തിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം പറയാം? ട്രിഗണോമെട്രിക് ടേംസിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം. അതിന്റെ ഡെറിവേഷൻ നിങ്ങൾ പഠിക്കേണ്ട. എന്ത് മാത്രം പഠിച്ചു വെച്ചാൽ മതി? ഫോർമുല മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഫോർമുല പഠിച്ചതായിരിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും എക്സാമിന് വരുന്നതാണ് കേട്ടോ. ഓക്കെ, ആദ്യമേ നമുക്ക് സൈനിന്റെ തുടങ്ങാം. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ 80. സൈൻ 80 ലാപ്ലേസ് ട്രാൻസ്ഫോം a/s² plus a². yes. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് cos 80. cos 80 ലാപ്ലേസ് ട്രാൻസ്ഫോം s/s² plus a². ഇക്വേഷൻ പഠിച്ചു വെക്കുക കേട്ടോ. s/s² plus a². ഡിറൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ f(t) യുടെ പ്ലേസിൽ sin 80 കൊടുത്താൽ മതി. എന്നിട്ട് e⁻80 into sin 80 എന്നൊക്കെ പറഞ്ഞ ഒരു ഇക്വേഷൻ ഉണ്ട്. e⁻ax into sin bx is equal to e⁻ax/a² plus b² into a sin bx minus b cos bx. അങ്ങനെയൊക്കെ പറഞ്ഞ കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് അത് ഡിറൈവ് ചെയ്തെടുക്കേണ്ടത്. തൽക്കാലം നിങ്ങൾക്ക് ആ ഡെറിവേഷൻ ഇല്ല, ഫോർമുല മാത്രം പഠിച്ചു വെക്കുക. sin 80 യുടെ ഡെറിവേറ്റീവ് എന്താണ്? a/s² plus a². cos 80 യുടെ ഡെറിവേറ്റീവ് എന്താണ്? s/s² plus a². ഇത് തിരിഞ്ഞു പോകരുത്. തിരിഞ്ഞു പോകാതിരിക്കാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. കോസ് അവസാനിക്കുന്നത് ഏത് ലെറ്ററിലാണ്? എസ് എന്നുള്ള ലെറ്ററിലാണ്. ശരിയല്ലേ? കോസ് അവസാനിക്കുന്നത് എസ് എന്നുള്ള ലെറ്ററിലാണ്. സോ അതിന്റെ ആൻസർ തുടങ്ങുന്നത് എന്തിലായിരിക്കണം? എസ് എന്നുള്ള ലെറ്ററിലായിരിക്കണം. ആ രീതിയിൽ ഓർത്ത് വെക്കാം. കോസ് അവസാനിക്കുന്നത് എസ്സിലാണ്. സോ ദ ആൻസർ ഈസ് s/s² plus a². അങ്ങനെയാണെങ്കിൽ മറ്റേത് എന്തായിരിക്കും? a/s² plus a² ആയിരിക്കും. ആ രീതിയിൽ ഓർത്ത് വെക്കാം. sin 80 എന്ന് പറഞ്ഞാൽ a/s² plus a², cos 80 എന്ന് പറഞ്ഞാൽ s/s² plus a². ക്ലിയർ ആണല്ലോ? യെസ്. ഇനി അതേപോലെ തന്നെ എന്തും പറയാം, ഇതിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമും പറയാം. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഞാൻ ടേബിൾ വരയ്ക്കുമ്പോൾ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് എഴുതി കാണിക്കാം. ടേബിളിനകത്ത് എന്തായാലും നമ്മൾ അത് എഴുതണം. നമുക്ക് ഹൈപ്പർബോളിക് ഫംഗ്ഷൻസിന്റെ കൂടെ പറയാം. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ h80. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ h80 എന്ന് പറയുന്നത് a/s² minus a². ഇത് വളരെ എളുപ്പമാണ് ഓർത്തിരിക്കാൻ. ഇവിടെ പ്ലസ് ആണ്, ആ പ്ലസ് മാറ്റി എന്താക്കിയാൽ മതി? മൈനസ് ആക്കിയാൽ മതി. ശരിയല്ലേ? ദെൻ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് h80. ഈ h80 ഒക്കെ നിങ്ങൾ കഴിഞ്ഞ സെമസ്റ്ററിൽ നല്ലോണം പഠിച്ചതാണ് അല്ലെ? h എന്ന് പറയുന്നത് എന്താണ്? ഹൈപ്പർബോളിക് ഫംഗ്ഷൻ ആണ്. സൈൻ h80 എന്ന് പറഞ്ഞാൽ e⁻80 - e⁻80/2 അങ്ങനെയൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ നിങ്ങൾ?
സോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് എച്ച് ഐ ടി എന്ന് പറയുന്നത് എസ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. എസ് ബൈ എന്താണ്? എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. 4 ലാപ്ലേസ് ട്രാൻസ്ഫോം ഓക്കെ അല്ലേ? ക്ലിയർ? യെസ്. അപ്പൊ ഇത്രയാണ് ബേസിക് ആയിട്ട് നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് ത്രൂ ഔട്ട് ആവശ്യം. ഇത്രയും പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മൊഡ്യൂളിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് എവിടെയെങ്കിലും ഒക്കെ ഇതിന്റെ യൂസ് ഭയങ്കരമായിട്ട് വരും. ഇനി നമുക്ക് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് ഒക്കെ പഠിക്കുന്നതിന് മുമ്പ് എനിവേസ് നമ്മൾ ഇത് യൂസ് ചെയ്താണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി ടേബിൾ വരയ്ക്കാം. 2 ടേബിൾ ആക്കാം. ഫസ്റ്റിലത്തെ ടേബിളിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം, സെക്കൻഡ് ടേബിളിൽ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ഫസ്റ്റ് ടേബിളിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം, സെക്കൻഡ് ടേബിളിൽ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. യെസ്. Laplace transform and inverse Laplace transform. First table Laplace transform, second table inverse Laplace transform, inverse Laplace transform. Yes. Okay. നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ്? 1 ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം. 1 ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? 1 by s. സോ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 by s എന്താണ്? 1. ദെൻ നമ്മൾ പഠിച്ചത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t. യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? 1 by s സ്ക്വയർ. പിന്നെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 by s സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? t. ഓക്കെ. പിന്നെ നമ്മൾ പഠിച്ചു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t റൈസ് ടു n എന്ന് പറയുന്നത് എന്താണ്? n ഫാക്ടോറിയൽ ബൈ s റൈസ് ടു n പ്ലസ് 1. ഓക്കെ. ഈ l അപ്പുറത്ത് പോകുമ്പോൾ l ഇൻവേഴ്സ് ആവും. സോ l ഇൻവേഴ്സ് ഓഫ് n ഫാക്ടോറിയൽ ബൈ s റൈസ് ടു n പ്ലസ് 1 എന്ന് പറയുന്നത് എന്താണ്? t റൈസ് ടു n. ഈ n ഫാക്ടോറിയൽ കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റിന് എനിക്ക് വേണമെങ്കിൽ ഇപ്പുറത്ത് കൊടുക്കാം. ഇപ്പൊ ജനറൽ ആയിട്ട് നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്. ബൈ എന്താണ്? n ഫാക്ടോറിയൽ. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 by s റൈസ് ടു n പ്ലസ് 1 എന്താണ്? t റൈസ് ടു n by n ഫാക്ടോറിയൽ. n ഫാക്ടോറിയൽ ഇവിടെ മൾട്ടിപ്ലൈഡ് ആണ്. സിൻസ് ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് നമുക്ക് അത് പുറത്ത് കൊടുക്കാം. t റൈസ് ടു n by എന്താണ്? n ഫാക്ടോറിയൽ. ഈ ഇക്വേഷൻ വേണം നിങ്ങൾ പഠിച്ചു വെക്കാൻ. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. വളരെ യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. l ഇൻവേഴ്സ് ഓഫ് ഒരു ചെറിയ ടിക്ക് തന്നെ കൊടുക്കുകയാണ്. 1 by s റൈസ് ടു n പ്ലസ് 1 എന്താണ്? t റൈസ് ടു n by n ഫാക്ടോറിയൽ. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e റൈസ് ടു at. e റൈസ് ടു at യുടെ എന്താണ്? 1 by s മൈനസ് a. അതേപോലെ തന്നെ L inverse of 1 by s minus a is equal to e raised to at. Laplace transform of e raised to minus at is equal to 1 by s plus a. So L inverse of 1 by s plus a is equal to e raised to minus at. Okay. So എത്രണ്ണമായി? 1, 2, 3, 4, 5. 5 എണ്ണം ഓക്കെ അല്ലേ? ഇത് 5 എണ്ണം നിങ്ങൾ ആദ്യം എഴുതുക. ബാക്കി താഴോട്ട് തന്നെ എഴുതുക. ഞാൻ ഇത് തുടച്ചിട്ടാണ് എന്ത് എഴുതാൻ പോകുന്നത്? നമ്മുടെ ട്രിഗണോമെട്രിക് ടേംസിന്റെ എഴുതാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ ഈ 5 എണ്ണം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഇനി നമുക്ക് എന്തിലേക്ക് കടക്കാം? ട്രിഗണോമെട്രിയിലേക്ക് കടക്കാം. ഓക്കെ. നിങ്ങൾ താഴോട്ട് തന്നെ എഴുതിയാൽ മതി. ഓക്കെ ആണല്ലോ? തുടക്കമാണേ. ഇനി അടുത്ത ഇതിന്റെയൊക്കെ നമ്മൾ പഠിക്കണ്ടേ? സൈൻ at, കോസ് at, സൈൻ hat, കോസ് hat. അത്ര എണ്ണത്തിന്റെയാണ് കൂടെ നമുക്ക് പഠിക്കാനുള്ളത്. യെസ്. Laplace transform of sin at. Sin at യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? a by s square plus a square. അതേപോലെ തന്നെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് a by s square plus a square is equal to sin at. a കോൺസ്റ്റന്റ് ആണ്. അത് ഞാൻ ഇപ്പുറത്ത് കൊടുക്കും. by a ആയിട്ട് ഇപ്പുറത്ത് കൊടുക്കും. ഓക്കെ. അപ്പം L ഇൻവേഴ്സ് ഓഫ് 1 by s square plus a square എന്താണ്? sin at by a. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഇവിടെ വരുന്ന L ഇൻവേഴ്സുകളെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ദെൻ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് at. കോസ് at യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? s by s square plus a square. So L inverse of s by s square plus a square is equal to cos at. L inverse of s by s square plus a square equal to cos at. Clear അല്ലേ? Then ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin hat. ഉത്തരം എന്താണ്? a by s square minus a square. So L inverse of a by s square minus a square is equal to sin hat.
എ കോൺസ്റ്റന്റ് ആണ്, സോ അത് ഇപ്പുറത്തോട്ട് ഡിവൈഡ് ചെയ്യണം. ബൈ എന്ത് വരും? എ. സോ എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്താണ്? സൈൻ എച്ച് ഐ ടി ബൈ എ. ദെൻ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് എച്ച് എ ടി. Laplace transform of cos HAT, s by s square minus a square. So L inverse of s by s square minus a square is equal to cos HAT. L inverse of s by s square minus a square equal to cos HAT. Okay, clear? അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത്രയും ലാപ്ലേസ് ട്രാൻസ്ഫോം അടിപൊളിയായിട്ട് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. എങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ത്രൂ ഔട്ട് മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം. ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം ഇൻ ലാപ്ലേസ് ട്രാൻസ്ഫോം. അപ്പോൾ അതുമായിട്ട് നമുക്ക് അതിന്റെ പ്രൂഫും ഒരു പ്രാവശ്യം എക്സാമിന് 3 മാർക്കും ചോദിച്ചിട്ടുണ്ട്. അതിന്റെ പ്രൂഫും അത് റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ടാറ്റ ബൈ ബൈ, സീ.